കാണുന്നില്ലടാ. ഞങ്ങൾ നല്ല റോയൽ സെറ്റപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, ബെഡൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ എല്ലാവരും ഈ വീട് വിട്ട് ദൂരേക്ക് പോവുകയാണ്, അല്ലേ റോണോ? റോണോ എവിടെ പോവാ? ഉറക്കെ പറയും. റോണോം ഉമ്മയും കോഴിക്കോട് പോവാണ്. ലുലു ജന്നൻ എവിടെ പോവാ? തൃശ്ശൂര്. എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണത്തിനൊക്കെ കേറിയിട്ട് വേണം പോവാൻ. അപ്പൊ അതൊരു 1.5 പോക്കായിരിക്കും. 2 hours ട്രാവൽ കുട്ടീനെ കൊണ്ട് കാറിൽ ഒറ്റയ്ക്ക്. സോ നമുക്കിന്ന് കുറച്ചധികം സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. ഈ കുഞ്ഞു ബേബിനെ ഒക്കെ കൊണ്ട് പോണോണ്ട് അവളുടെ A to Z സാധനങ്ങളും പാക്ക് ചെയ്യണം. ഹായ്, ഞാനൊരു സ്ഥലത്ത് സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് ഈ പാക്കിങ്ങും അൺപാക്കിങ്ങും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. തൃശ്ശൂരെത്തി സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് മടക്കി വെച്ച് കഴിയുമ്പോഴേക്കും പാക്ക് ചെയ്ത് ആലുവൊക്കെ വരാറാവും. അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതം പോകുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒന്ന് കല്ലൊക്കെ ഇങ്ങോട്ട് വെട്ടിത്തിളങ്ങട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വെയിലത്ത് വന്ന് നിൽക്കണത്. അപ്പൊ ഞാൻ ഈ റെഡി ആയിട്ട് കാണാം. ജനനോക്ക് ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടല്ലേ? പിന്നെ which one? ഹായ്, അപ്പൊ നമ്മൾ ഓൾ സെറ്റ് ആണ്. കല്യാണത്തിന് പോവാനായിട്ട് സുന്ദരി കുട്ടിയായി. ഇവൾക്ക് എന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല. അപ്പൊ നമുക്കിനി കല്യാണ വീട്ടിൽ വെച്ച് കാണാം. നമ്മൾ ചെന്നപ്പോൾ അവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും സ്റ്റേജിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ഞാനൊരു മട്ടൻ ഫാൻ അല്ലെങ്കിലും ഈ മട്ടൻ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഗൈസ്, മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സൈറ ആൻഡ് ഷിജാസ്. ഇവർ രണ്ടുപേരും എൻ്റെ കോളേജ് മേറ്റ്സ് ആണ്, ദമ്പതികളാണ്. സൈറയുടെ സിസ്റ്ററിന്റെ ആയിരുന്നു കല്യാണം, മിന്നുവിന്റെ. ഗൈസ്, എത്ര സുന്ദരിയാക്കി ഞാൻ ഒരുക്കി കൊണ്ടുപോയതാണ് ഈ കുട്ടീനെ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോ ഒരു ഡൈപ്പർ കുട്ടിയായി. ഡൈപ്പർ കുട്ടി. ജനക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പാർട്ടി വെയർ ഇട്ട് കൊടുക്കണേ. അത് അവൾക്ക് അത്ര ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു. ആ സീക്വൻസ് ഒക്കെ അവളുടെ കയ്യിൽ കുത്തിക്കൊള്ളുണ്ടായിരുന്നു. സോ ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. ഇവള് കുറച്ച് മൂഷാട്ടായോണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ മാറ്റി. അവൾക്ക് എൻ്റെ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടോ മമ്മിയുടെ ജസ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇത് വേണോ? അപ്പം നമ്മളിനി വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി കുറച്ച് കംഫർട്ടബിൾ ക്ലോത്തിലേക്കൊക്കെ മാറിയിട്ട് തൃശ്ശൂർക്ക് പോകും. ഒരു കുഞ്ഞു പോവേന് പപ്പനോട് ബൈ ബൈ പറഞ്ഞേ. വീട്ടിലെത്തി കുറച്ചു നേരം ഉള്ള കിടത്തി ഉറക്കിയതിനൊക്കെ ശേഷമാണ് വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. പാവം പപ്പ, ഇനി കുറച്ചു നാൾ പപ്പ ഇവിടെ ഒറ്റയ്ക്കാണ്. എന്താ നോക്ക്, ഞങ്ങളുടെ കനാലിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. സായി ഉണ്ടായിരുന്നെങ്കിൽ ബോട്ട് ഉണ്ടാക്കി എൻ്റെ കൈ ഒടിഞ്ഞേനെ. സോ ഗായ്സ്, നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നല്ല റോയൽ സെറ്റപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, ബെഡൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുന്നത്. ഈ ബെഡ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. കാരണം ബേബീനെയും കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനും കിടക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. കണ്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ബേബീനെ കൊണ്ട് നിൽക്കാം. അതുപോലെ തന്നെ ഇതേപോലത്തെ ലോങ് ജേർണീൻ്റെ ഒരു മസ്റ്റ് ഹാവ് ആണ് ഈ ഫീഡിങ് പില്ലോ. അപ്പോൾ നമുക്ക് ബേബീനെ നല്ല സുഖമായിട്ട് കിടത്താനും ഒക്കെ നല്ല സുഖം ഉണ്ടാവും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവളെ ഈ താഴെ കിടത്തിയിട്ട് ഞാനും കിടക്കാൻ ആണ് എൻ്റെ പ്ലാൻ. ഹായ് പിന്നെ ജേസുട്ട് എന്താ കഴിക്കണേ? കാണിച്ചേ. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും വേണു. അപ്പോൾ അതാ നമ്മൾ ക്വാളിറ്റി ബേക്കേഴ്സിന്ന് കുനാഫ ബൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്നാക്ക് ബ്രേക്കാണിത്. സോ യം കുനാഫ ബൺ കഴിച്ചിട്ട് നമുക്കിനി യാത്ര തുടരാം. ജന്നേനെ സൈഡിൽ ബെഡിൽ കിടത്തിയിട്ട് ഞാൻ ആ കുനാഫ ബൺ ഫുള്ള് കഴിച്ചു. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബെഡിന്റെ ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്തോളൂ. ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ഒരു ഉറക്കം മസ്റ്റാ. ജന്ന ഉറങ്ങിയ സ്ഥിതിക്ക് ഞാനെന്താ സ്വിച്ച് ഇട്ടോലെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി.
പിന്നെ ഓൺ ദ വേ ഉള്ള പുതിയ ഹൈലൈറ്റ് മാളിൽ എത്തിയപ്പോഴാണ് ഞാനും ജെന്നി ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. ഇവിടെ ഇപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗാ. ഡെലിവറി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യാനൊന്നും ഉണ്ടായില്ലെങ്കിലും പഴയ ഡ്രസ്സൊന്നും ഇപ്പൊ എനിക്ക് അങ്ങോട്ട് ഒരു മെനയില്ല. ഇനിയിപ്പോ ഒരു യൂട്യൂബറൊക്കെ അല്ലേ, കുറച്ച് സ്റ്റൈലൻ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ. പിന്നെ ഇത് നോക്ക്, ഇത് നല്ല മെനയായിട്ടില്ലേ? ഇതാണ് ഞാൻ എടുത്തത് അവസാനം. എപ്പോ ഷോപ്പിങ്ങിന് പോയാലും ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കാറുള്ളത് ദേ ഈ ഒരു ഏരിയയിലാണ്. കമ്മൽ ഒഴിച്ചതുപോലത്തെ ഒരു സാധനവും ഞാൻ യൂസ് ചെയ്യാറില്ലെങ്കിലും ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും ഈ രാത്രി ഈ മാളിൽ കയറിയതല്ലേ, ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. സായി ഇല്ലാത്ത എല്ലാ വിഷമവും കടിച്ചമർത്തി ജസീൽ ഒരു ബർഗറും ഞാൻ 2 ബ്രോസ്റ്റഡ് ചിക്കനും കഴിച്ചു. അങ്ങനെ ഒരു 9:30 ഞങ്ങൾ വീട്ടിലെത്തി. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ജോയിൻ അവർ ഫാമിലി. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.